Welcome to RK's Stories. രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം 23. രചനയും അവതരണവും രഘുദാസ് കാട്ടിങ്കൽ. പക്ഷെ അതിന് അവൻ എങ്ങനെ സാധിച്ചു മഹർഷേ? ശ്രീപരമേശ്വരന്റെ ഉപാസകനായ നാം സൃഷ്ടിച്ച മായാകവചം ഭേദിക്കുവാൻ മാത്രം അവൻ ശക്തനായെങ്കിൽ ആരായിരിക്കും അവന്റെ ഉപാസനാമൂർത്തി? സംശയം നിറഞ്ഞ മുഖത്തോടെ പരമഹംസ ഗുരുക്കൾ ധൃമമഹർഷിക്ക് നേരെ നോക്കി. ഉത്കണ്ഠയോടെ തന്നെ നോക്കി ചുറ്റിലും നിൽക്കുന്നവരെ നോക്കി മഹർഷി ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ ഉപാസനാമൂർത്തി മറ്റാരുമല്ല, മഹാദേവനെ പോലെ തന്നെ ശക്തിയും മഹാദേവന്റെ ഇഷ്ടഭാചനവും പാർവതീദേവിയുടെ മറ്റൊരവതാരവുമായ ശ്രീപോർക്കലി ഭഗവതി മഹാഭദ്രകാളിയാണ് അവന്റെ ഉപാസനാമൂർത്തി. എന്ത് ധ്രുമമഹർഷി, അങ്ങീ പറയുന്നത് സത്യം തന്നെയാണോ? അവൻ ആരാധിച്ചിരുന്നത് ദുഷ്ടശക്തികളെയല്ലേ? ധ്രുമ മഹർഷി പറഞ്ഞത് കേട്ട് സ്തബ്ധനായി പോയ പരമഹംസ ഗുരുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു. ആദ്യകാലങ്ങളിൽ പല ദുർദേവതകളെയും ഉപാസിച്ച് അവരുടെയൊക്കെ ശക്തികൾ സമ്പാദിച്ച കൗശല്യൻ ഒടുവിൽ ആരാധനമൂർത്തിയായി തിരഞ്ഞെടുത്തത് ശ്രീപോർക്കലി ഭഗവതിയെ തന്നെയാണ്. അസംഭവ്യം! അതെ പരമഹംസ, തികച്ചും അസംഭവ്യം തന്നെയാണ്. പക്ഷെ അവനതിന് കഴിഞ്ഞിരിക്കുന്നു. ശ്രീപോർക്കലി ഭഗവതിയുടെ പ്രത്യേകത എന്തെന്ന് പരമഹംസന് നാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. തന്റെ ഭക്തന്റെ ഏത് ആഗ്രഹവും സാധിക്കുവാൻ ദേവി മുന്നിട്ടിറങ്ങും. അവന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു പിഴവ് പറ്റുന്നതുവരെ ദേവി അവന്റെ ഒപ്പം സംരക്ഷകയായി ഉണ്ടാകും. നന്മയും തിന്മയും ഏറ്റുമുട്ടുന്ന ഈ മഹായുദ്ധത്തിൽ ശ്രീപോർക്കലി ഭഗവതി തിന്മയുടെ പക്ഷത്ത് നിൽക്കുമെന്നാണോ മഹർഷി അവിടുന്ന് പറയുന്നത്? പരമഹംസ, മഹാദേവിയോട് യുദ്ധമുഖത്ത് നേരിട്ടെത്തി അവനെ സംരക്ഷിക്കുവാൻ പറയാൻ മാത്രം മൂഢനല്ല അവൻ. പ്രപഞ്ചത്തിലെ നന്മകളെല്ലാം നശിപ്പിച്ച് സർവചരാചരങ്ങളുടെയും അധിപനായി തീരുവാനാണ് അവന്റെ ആഗ്രഹമെന്നറിഞ്ഞാൽ പോലും അതികഠിനമായ ഉപാസനയിലൂടെ തന്നെ പ്രസാദിപ്പിച്ച ഭക്തന്റെ ഒപ്പം നിൽക്കുവാൻ ദേവി നിർബന്ധിതയാകും. എങ്കിലും ചെറിയൊരു പിഴവ് പറ്റിയാൽ ദേവി തന്നെ അവന്റെ അന്തകയുമായി തീരുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ഒരിക്കലും അവൻ മഹാദേവിയെ നേരിട്ട് യുദ്ധമുഖത്തേക്ക് ആനയിക്കുകയില്ല. പിന്നെ എന്താണ് അവന്റെ ലക്ഷ്യം? അവിടുന്ന് ത്രികാലജ്ഞാനിയല്ലേ? അവിടത്തേക്ക് അറിയാമായിരിക്കുമല്ലോ. തീർച്ചയായും. പക്ഷെ ചിരഞ്ജീവിയായ നമുക്ക് അത് വെളിപ്പെടുത്തുവാനുള്ള അവകാശമില്ല. തൽക്കാലം രുദ്രനെയും കുമാരിയെയും ആ ഒരു പ്രതിസന്ധി നേരിടുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ഗുരുനാഥനായ സാക്ഷാൽ പരശുരാമൻ നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം. പറഞ്ഞിട്ട് അദ്ദേഹം രുദ്രന്റെയും കുമാരിയുടെയും നേർക്ക് നോക്കി. ദുർദേവതകളുടെ ശക്തി സ്വയം ആത്മാവിൽ ആവാഹിച്ച കൗശല്യന്റെ ആരാധനാമൂർത്തി ശ്രീപോർക്കലി ഭഗവതി നമുക്ക് വിശ്വസിക്കുവാൻ പോലും ആകുന്നില്ല. ധ്രുമ മഹർഷി പറഞ്ഞതൊന്നും വിശ്വസിക്കുവാനാവാതെ പരമഹംസ ഗുരുക്കൾ അസ്വസ്ഥനായി. വിശ്വസിച്ചേ മതിയാകൂ പരമഹംസരെ. എങ്കിലും ധ്രുമ മഹർഷി, രുദ്രനിൽ കുടികൊള്ളുന്ന ശ്രീപരമേശ്വരന്റെ ശക്തിയും ശ്രീപോർക്കലി ദേവിയുടെ മഹാശക്തിയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താവും സംഭവിക്കുക എന്നത് അവിടത്തേക്കും അറിവുള്ളതല്ലേ? സർവ്വലോകങ്ങളും നശിക്കും. അതായിരിക്കും അതിന്റെ അനന്തരഫലം. അത്തരമൊരവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് സർവശക്തനായ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. എഴുതി വെച്ചിരിക്കുന്ന വിധിയെപ്പോലും മാറ്റുവാൻ കൽപ്പുള്ള ആ ശക്തി ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. മഹർഷേ, കൗശല്യൻ എന്തിനു വേണ്ടിയാണ് ഭദ്രയെ കൊണ്ടുപോയിരിക്കുന്നത്? മുന്നിലേക്ക് വന്ന രുദ്രൻ ധ്രുമ മഹർഷിയോട് ചോദിച്ചു. രുദ്ര, നിനക്ക് വേണ്ടി സാക്ഷാൽ ശ്രീപരമേശ്വരൻ കരുതി വെച്ചിരിക്കുന്ന ഒരു പരീക്ഷണമാണത്. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ നീ ആ പരീക്ഷണത്തെ നേരിടേണ്ടി വരും. ആ പരീക്ഷണത്തെ വിജയിക്കുന്ന സമയം നിന്റെയും കുമാരിയുടെയും ജീവിതത്തെ സംബന്ധിക്കുന്ന മറ്റൊരു രഹസ്യം കൂടി നാം നിനക്ക് വെളിപ്പെടുത്തും. അതിനുവേണ്ടി ശരീരം മാത്രമല്ല മനസ്സും പാകപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത 30 ദിവസങ്ങൾ ആ ഒരു പരിണാമത്തിന് വേണ്ടിയുള്ള പരിശീലനമായിരിക്കും നിനക്ക് ലഭിക്കുക. അടുത്ത ഞായറാഴ്ച മഹാനവമി ദിവസം നിങ്ങൾ ഇരുവരും വെളുപ്പിനെയുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ കൈലാസത്തിലെ മാനസ സരോവരത്തിൽ കുളിച്ച് കൈലാസ പർവ്വതത്തിനടുത്തുള്ള ഗൗരീശങ്കര പർവ്വതത്തിന് മുന്നിൽ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പ്രാർത്ഥനകൾ ആരംഭിക്കുക. സൂര്യദേവൻ ഉദിക്കുന്നതോടുകൂടി ആ പർവ്വതമുകളിൽ മഹാദേവന്റെയും വിഷ്ണുവിന്റെയും മഹാഗണപതിയുടെയും ശിവന്റെ അവതാരമായ മഹാബലശാലി ശ്രീ ഹനുമാൻ സ്വാമിയുടെയും ദർശനവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച വിജയദശമിയുടെ അന്ന് ബ്രഹ്മമുഹൂർത്തം വരെ പ്രാർത്ഥനകൾ തുടരുക. അതിനുശേഷം മാനസ സരോവറിൽ വീണ്ടും മുങ്ങിക്കുളിച്ച് കൈലാസത്തിനടുത്തുള്ള അതിനിഗൂഢവും അതീന്ദ്രിയ ശക്തികളുടെ ഉറവിടവുമായ ഗുരുളമന്താത പർവ്വതത്തിൽ വെച്ച് പരിശീലനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് പോകുവാനുള്ള സമയമായിരിക്കുന്നു. വിജയീ ഭവ.
അത്രയും പറഞ്ഞ് രുദ്രനെയും കുമാരിയെയും വീരഭദ്രനെയും അംഗരക്ഷകരെയും അനുഗ്രഹിച്ചതിന് ശേഷം ധ്രുമ മഹർഷി അവിടെ നിന്നും അപ്രത്യക്ഷനായി. വീരഭദ്ര, നിന്റെ കീഴിൽ ബാക്കിയുള്ളവരുടെ പരിശീലനം ഈ 30 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കണം. ഇപ്പോൾ വന്ന കൗശല്യന്റെ കിങ്കരന്മാരെക്കാൾ ശക്തരായ തിന്മകളുടെ ശക്തികളെ ആയിരിക്കും അവൻ യുദ്ധത്തിനായി അയക്കുക. ധ്രുമ മഹർഷി പറഞ്ഞതനുസരിച്ച് ശ്രീ മഹാകാളിയുടെ ശക്തിയും അവനെ സഹായിക്കുവാനുണ്ടാകും. എന്തിനും സർവാത്മന സന്നദ്ധരായിരിക്കുക. പരമഹംസ ഗുരുക്കൾ പറഞ്ഞത് കേട്ട് വീരഭദ്രൻ അദ്ദേഹത്തെ തലകുനിച്ചു വന്ദിച്ചു. സഹോദരന്മാരെ, മുന്നോട്ട് വന്ന രുദ്രൻ അവന്റെ അംഗരക്ഷകരെ അഭിസംബോധന ചെയ്തു. പരിശീലനം നിങ്ങൾക്ക് പ്രാഗൽഭ്യമുള്ള ആയുധങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിക്കുക. വീരഭദ്രൻ ആ ഒരു കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ധ്രുമ മഹർഷിയുടെ അനുവാദം ലഭിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഞാനും നിങ്ങൾക്കൊപ്പം പരിശീലനം നടത്തുവാൻ ഇവിടെ എത്തുന്നതാണ്. ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നതാണ്. ഇനിയും ഒരു ചതി പറ്റരുത്. വിശ്വകർമ്മദേവൻ അനുഗ്രഹിച്ചു നൽകിയ വളകൾ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം മറ്റൊരു ശക്തിക്കും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ലെങ്കിലും എല്ലാവരും കരുതിയിരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടോ? ഇല്ല പ്രഭു, ഞങ്ങൾ തയ്യാറാണ്. ഈ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെല്ലാം ഇഹലോകവാസം വെടിഞ്ഞിട്ടും ഞങ്ങൾ കാത്തിരുന്നത്. അംഗരക്ഷകരിൽ ഏറ്റവും ശക്തനായ വീരബാഹു ആണത് പറഞ്ഞത്. വീരബാഹുവിന്റെ കൈകളിൽപ്പെട്ട ഒരു ശത്രുവും ഇന്നേ വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നറിയാവുന്ന രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് വീരബാഹുവിനെ ആലിംഗനം ചെയ്തു. കുമാരിയെയും രുദ്രനെയും വണങ്ങിയതിനു ശേഷം വീരഭദ്രൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും കൃഷ്ണപ്പരന്തിലേക്ക് രൂപമാറ്റം നടത്തി അവിടെ നിന്നും പറന്നകന്നു. വീരഭദ്ര, രുദ്രനെയും കുമാരിയെയും യാത്രയാക്കിയിട്ട് വരൂ. നമുക്കും നാളെ മഹാരുദ്രഹോമം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കുമാരി, രുദ്ര, ഇരുവരും പോയിട്ട് വരിക. മഹാനവമി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്രുമ മഹർഷി പറഞ്ഞതുപോലെ ഗൗരീശങ്കര പർവ്വതത്തിന് മുന്നിലെത്തുക. വിജയീഭവ. പരമഹംസ ഗുരുക്കളെ വണങ്ങിയതിനു ശേഷം വീരഭദ്രൻ പരുന്തിന്റെ രൂപം പ്രാപിച്ച് മുകളിലേക്ക് പറന്നുയർന്നു. രുദ്രനും കുമാരിയും വീരഭദ്രന് പുറകെ കൃഷ്ണപ്പരുന്തുകളുടെ രൂപത്തിൽ മുകളിലെ തുരങ്കത്തിലൂടെ പുറത്തേക്ക് പറന്നു. സിദ്ധാശ്രമത്തിലേക്ക് വരുന്ന സമയം വീരഭദ്രൻ അവരെ സ്വീകരിച്ച സ്ഥലത്ത് എത്തിയപ്പോ തിരികെ മനുഷ്യരൂപം പൂണ്ട് അവരോട് യാത്ര പറഞ്ഞ് വീരഭദ്രൻ പിരിഞ്ഞു. അത്തോ, വീരഭദ്രൻ തിരികെ പോയതും കുമാരിയുടെ രൂപത്തിൽ നിന്നും സ്വന്തം രൂപത്തിലേക്ക് മാറിയ ദുർഗ വിളിച്ചത് കേട്ട് അവൻ അവളെ നോക്കി. ഭദ്രയുടെ കാര്യം ഇനി എന്താ ചെയ്യാ? ഓർത്തിട്ട് സങ്കടം വരുന്നു. പാവം, ഒറ്റയ്ക്ക് കൗശലിന്റെ തടവിലല്ലേ. ആദ്യ അത്ഭുതത്തോടുകൂടി അവളെ നോക്കി. സത്യത്തിൽ അവന്റെ മനസ്സിലും അവളെ പറ്റിയുള്ള ചിന്തയായിരുന്നു. അച്ചുവിനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് അവൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ വല്ലായ്മയോടെ തല കുടഞ്ഞു. കുഞ്ഞ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോടാ. അല്പമൊന്ന് ആലോചിച്ചിട്ട് ആദ്യ ചോദിച്ചു. എങ്ങനെ ശ്രമിക്കാനാ? ഗുരുദേവൻ വിചാരിച്ചിട്ട് പോലും ആ സ്ഥലം കണ്ടുപിടിക്കാൻ ഇതേവരെ പറ്റിയില്ലല്ലോ. പിന്നെ നമുക്കെങ്ങനെ സാധിക്കും? അവൾ ആകാംക്ഷയോടെ ആദ്യെ നോക്കി. എന്തായാലും നമുക്കൊന്ന് നോക്കാന്നേ. പക്ഷെ ഗുരുദേവൻ പറഞ്ഞത് പരിശീലനം കഴിയാതെ പോകരുതെന്നല്ലേ? അങ്ങനെ നമ്മൾ ചെയ്താ അത് ഗുരുദേവന് ഇഷ്ടമായില്ലെങ്കിലോ? എടാ, ഏട്ടത്തിക്ക് ഞാൻ വാക്കു കൊടുത്തതല്ലേ. മാത്രമല്ല, ഭദ്രയ്ക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? നിനക്ക് ആദ്യം മാത്രമല്ല രുദ്രനെയും അറിയാവുന്നതല്ലേ. രുദ്രൻ ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. അതും പറഞ്ഞ് ആദ്യ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കിയതിനു ശേഷം രാജഗുരു പറഞ്ഞ മധ്യപ്രദേശിലുള്ള ആ വനാന്തർഭാഗത്തേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിച്ചു. ആ വനപ്രദേശം മുഴുവനും അവന്റെ മനസ്സ് സഞ്ചരിച്ചുവെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞ് കണ്ണു തുറന്ന ആദിയെ ദുർഗ ആകാംക്ഷയോടെ നോക്കി. എന്തായി? അവൾ ചോദിച്ചു. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? അവന്റെ മുഖത്തെ വിഷമം കണ്ട അവൾ അവന്റെ 2 കൈകളും അവളുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് അവളുടെ മാറോട് ചേർത്തു. അങ്ങനെ അവൾ ചെയ്തപ്പോൾ അവരുടെ വലത് കൈകളിലെ വളകൾ ധരിച്ചിരുന്ന ഭാഗങ്ങൾ തമ്മിൽ യാദൃശ്ചികമായി കൂട്ടിമുട്ടി. പെട്ടെന്നാണ് അവർ ഇരുവരുടെയും വലത് കൈകളിൽ നിന്നും നീലയും പച്ചയും കലർന്ന ചെറു കിരണങ്ങൾ ഉയർന്ന് അവ തമ്മിൽ കൂടിക്കലർന്ന് സിയാൻ നിറത്തിലുള്ള കിരണങ്ങളായി മാറി അവരുടെ കൈകളെ പൊതിഞ്ഞത്. എടാ, നിനക്ക് മനസ്സിലായി ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന്? അത്ഭുതത്തോടുകൂടി ആ പുതുകിരണങ്ങൾ നോക്കി നിന്ന് അവളോട് ആദ്യ ചോദിച്ചു. ഇല്ല. അല്പം സംശയത്തോടെ മുഖമുയർത്തി അവൾ മറുപടി പറഞ്ഞു. അവൻ തന്റെ വലത് കൈ അവളുടെ വലത് കൈയിൽ നിന്നും എടുത്തു മാറ്റി. അവരുടെ കൈകളെ പൊതിഞ്ഞിരുന്ന സിയാൻ നിറം വേർപെട്ട് പച്ചയും നീലയും കളറുകളായി മാറി തിരികെ അവരുടെ കൈകൾക്കുള്ളിലേക്ക് അലിഞ്ഞു ചേർന്നു. അവളെ കാണിച്ചു കൊടുക്കുവാനായി വീണ്ടും അവൻ തന്റെ വലത് കൈകൊണ്ട് അവരുടെ വലത് കൈയിൽ പിടിച്ചു. പഴയതുപോലെ അവർ ഇരുവരുടെയും കൈകളിൽ നിന്നും നീലയും പച്ചയും കലർന്ന കിരണങ്ങൾ കൂടിച്ചേർന്ന് സിയാൻ നിറമായി മാറി അവരുടെ കൈകളെ പൊതിഞ്ഞു. ഇതെന്താത്തോ ഇങ്ങനെ? അത്ഭുതത്തോടുകൂടി ആ കിരണങ്ങളെ നോക്കി ദുർഗ ചോദിച്ചു. എടി, നിനക്ക് മനസ്സിലായില്ലേ?
നമ്മുടെ രണ്ട് വളകളും കൂടി ചേരുമ്പോഴേ പുതിയതായൊരു ശക്തി രൂപം കൊള്ളുന്നുണ്ട്. അതാ ഈ പുതിയ സിയാൻകളം. കണ്ടില്ലേ? ഒരു നിമിഷം ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഞാൻ ഒരിക്കൽ കൂടി ആ കാടിനുള്ളിൽ നോക്കട്ടെ. അതും പറഞ്ഞ് അവരുടെ വലത് കയ്യിൽ നിന്നും പിടിവിടാതെ തന്നെ അവൻ ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി. കാടിനുള്ളിലെ മുക്കും മൂലയും ഒരിക്കൽ കൂടി സഞ്ചരിച്ച അവന്റെ മനസ്സ് പെട്ടെന്നാണ് ഒരു ചാര നിറത്തിൽ പുക പോലുള്ള ഒരു ഭാഗം കണ്ടെത്തിയത്. അതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങൾ അവന്റെ മനക്കാഴ്ചയിൽ അദൃശ്യമായിരുന്നു. അവൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങൾ കാണുവാൻ അവന് കഴിഞ്ഞില്ല. മനസ്സിനെ തിരികെ തന്നിലേക്ക് പ്രവേശിപ്പിച്ച് സന്തോഷത്തോടെ കണ്ണുകൾ തുറന്ന് അവൻ ദുർഗയെ നോക്കി. ആ കാടിനുള്ളിലെ ഒരു സ്ഥലം ഞാനിപ്പോ കണ്ടെത്തി. ചാര നിറമുള്ള ഒരു പുക പോലെയുള്ള ഒരു സ്ഥലം. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. എന്തായാലും നമ്മൾ ഈ നിമിഷം അങ്ങോട്ട് പോവുകയാണ്. അത് വേണോ അത്തു? പരമഹംസ ഗുരുക്കളോട് ഒന്ന് ചോദിച്ചിട്ട് പോരെ? ദുർഗ വീണ്ടും തടസ്സം പറഞ്ഞു. ചോദിച്ച ഗുരുനാഥൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. നിനക്ക് പേടിയുണ്ടോ? ആ ചോദ്യത്തിന് അവനെ നോക്കിയുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. അടുത്ത നിമിഷം അവിടെ നിന്നും അപ്രത്യക്ഷരായ അവർ കാടിനുള്ളിൽ നേരത്തെ പുകമറ പോലെ കണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. കൈകൾ പരസ്പരം ചേർത്ത് പിടിച്ചും കൊണ്ട് തന്നെ മുൻപോട്ട് നോക്കി അവർക്ക് തൊട്ടുമുന്നിലായി പുകമറ പോലെയുള്ള ആ ഭാഗം കാണുവാൻ സാധിച്ചു. പക്ഷെ അതിനപ്പുറം മറ്റൊന്നും കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുക പോലെ കണ്ട ആ ഭാഗത്തേക്ക് അവർക്ക് പ്രവേശിക്കുവാനും സാധിച്ചില്ല. അദൃശ്യമായ ഒരു മതിൽ തന്നെയായിരുന്നു അത്. അതിൽ തട്ടി മുൻപോട്ട് കടക്കുവാൻ സാധിക്കാതെ വഴിമുട്ടി അവർ നിന്നു. ദുർഗയുടെ കയ്യിൽ പിടിച്ച് അവൻ ഇടത് കൈ മുകളിലേക്ക് നീട്ടി. മനസ്സിൽ ആഗ്രഹിച്ചത് പ്രകാരം തന്റെ ഇടത് കൈയിൽ പ്രത്യക്ഷപ്പെട്ട ത്രിശൂലം കൊണ്ട് അവൻ ആ അദൃശ്യമായ മതിലിൽ ആഞ്ഞു പ്രഹരിച്ചു. ത്രിശൂലം കൊണ്ട ഭാഗത്ത് പുക പോലെയുള്ള ആ അദൃശ്യ മതിൽ തകർന്ന് അതിനപ്പുറമുള്ള ഭാഗം കാണുവാൻ സാധിച്ചെങ്കിലും അടുത്ത നിമിഷം ആ മതിൽ പഴയതുപോലെയായി ആ കാഴ്ച അവരിൽ നിന്നും മറച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിന്ന അവർ ഒരു ചിറകടിയൊച്ച കേട്ടു. അടുത്ത നിമിഷം വീരഭദ്രൻ അവർക്ക് മുന്നിൽ പറന്നിറങ്ങി മനുഷ്യരൂപം പ്രാപിച്ചു. പ്രഭു, അങ്ങ് എന്താണ് ഇവിടെ? പരിശീലനം കൂടാതെ ഈ വനത്തിനുള്ളിൽ വരരുതെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതല്ലേ? വീരഭദ്ര, നിനക്കറിയില്ലേ എന്റെ സ്വഭാവം. മനസ്സിൽ ഒന്ന് വിചാരിച്ചാൽ അത് നടത്താതെ ഈ രുദ്രൻ പുറകോട്ട് പോകില്ല എന്ന് മറ്റാരെക്കാളും നിനക്കറിഞ്ഞൂടെ? പക്ഷെ എന്തിനു വേണ്ടിയാണ് അങ്ങിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഭദ്രയെ പറ്റി, അവളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. പ്രഭു, അതെവിടെയാണെന്ന് വെച്ച് അന്വേഷിക്കുക. ഗുരുദേവന് പോലും ആ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള മറുപടി പറയാതെ ആദി വീരഭദ്രന്റെ മാണിക്യവള അണിഞ്ഞ വലത് കൈ പിടിച്ച് കോർത്തു പിടിച്ചിരിക്കുന്ന അവരുടെ കൈകൾക്കുമേൽ വെച്ചു. അടുത്ത നിമിഷം നടന്നത് അത്ഭുതകരമായ മറ്റൊരു കാര്യമായിരുന്നു. വീരഭദ്രന്റെ കയ്യിൽ നിന്നും ഉയർന്ന ചുവന്ന രശ്മികളും കൂടി കൂടിച്ചേർന്ന് രുദ്രന്റെയും കുമാരിയുടെയും കൈകളെ ചുറ്റിയിരുന്ന സിയാൻ നിറത്തിലുള്ള രശ്മികൾ നിറം മാറി സ്വർണവർണ്ണമായി മാറി. അതോടെ വീരഭദ്രനും മുന്നിലുണ്ടായിരുന്ന ആ പുകമറ കാണുവാൻ സാധിച്ചു. ആദ്യം അവരുടെ ചേർത്ത് പിടിച്ചിരുന്ന കൈകൾ മുകളിലേക്ക് ഉയർത്തി ആ പുകമറയ്ക്ക് നേരെ കാണിച്ചു. പെട്ടെന്നാണ് അവരുടെ കൈകളിൽ നിന്നും സ്വർണ്ണ നിറമുള്ള രശ്മികൾ ആ പുകമറയ്ക്ക് നേരെ ചെന്ന് അതിൽ തട്ടി ഒരു ചിലന്തി വല പോലെ അതിലേക്ക് പടർന്നു കയറിയത്. ആ രശ്മികൾ പടർന്നു കയറി അത്രയും ഭാഗത്തെ പുകമറ മാറി അപ്പുറത്തുള്ള ദൃശ്യം അവർക്ക് മുന്നിൽ കാണുവാൻ തുടങ്ങി. ആദ്യ ദുർഗയെയും വീരഭദ്രനെയും കൂട്ടി ആ തെളിഞ്ഞു കണ്ട ഭാഗത്തുകൂടെ അപ്പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചു. ഈ പ്രാവശ്യം യാതൊരു തടസ്സവും കൂടാതെ അവർക്ക് അതിനപ്പുറത്തേക്ക് കടക്കുവാൻ സാധിച്ചു. അവരപ്പുറത്തേക്ക് കടന്നതും അവർക്ക് പുറകിൽ ആ പുകമറ വന്ന് വീണ്ടും ആ പാകമടഞ്ഞു. പുറകിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവർ 3 പേരും മുൻപോട്ട് നടന്നു. ഇതുവരെ കണ്ടതുപോലെയായിരുന്നില്ല കാടിന്റെ ആ ഭാഗം. പച്ചപ്പില്ലാതെ കറുത്ത നിറത്തിലുള്ള ഇലകളാൽ നിറഞ്ഞ വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന സ്ഥലം. വള്ളിപ്പടപ്പുകൾക്ക് പോലും ഇരുണ്ട ഒരു ചാര നിറം. വീണ്ടും അവരുടെ മൂവരുടെയും കൈകൾ ചേർത്തു പിടിച്ച് മനസ്സ് ഏകാഗ്രമാക്കിയ ആദിക്ക് ഒരു ഗുഹയും അതിനകത്ത് വലിയൊരു ഭദ്രകാളി പ്രതിമയും അതിനു മുന്നിൽ ചുവന്ന പട്ടുകൊണ്ട് പുതച്ചിരിക്കുന്ന ഒരു പേടകവും കാണുവാൻ സാധിച്ചു. പോകാം, അവരോട് പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. പടച്ചട്ടയണിഞ്ഞ് യോദ്ധാവിന്റെ രൂപത്തിലേക്ക് മാറിയ വീരഭദ്രൻ അവർക്ക് മുന്നിൽ നടന്ന് വാണുയർത്തി മുന്നിലുള്ള ചെടികൾ വെട്ടിമാറ്റി വഴിയൊരുക്കി. ആദിക്ക് പിന്നിലായി നടന്ന ദുർഗയും തന്റെ പടച്ചട്ട അണിഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു ആ പ്രദേശം മുഴുവൻ. വീരഭദ്രൻ വള്ളിപ്പടർപ്പുകൾ വെട്ടിമാറ്റുന്ന ശബ്ദം മാത്രം അവിടെ മുഴങ്ങിക്കേട്ടു. മനസ്സിൽ കണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്ന അവർ അല്പസമയം കൊണ്ട് ആ ഗുഹാമുഖത്തേക്ക് എത്തിച്ചേർന്നു. ആദ്യം അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആദിയെ തടഞ്ഞുകൊണ്ട് വീരഭദ്രൻ തന്നെ ആദ്യം ആ ഗുഹയ്ക്കകത്തേക്ക് കയറി. പുറകെ ആദിയും അതിനു പുറകിൽ ദുർഗയും ആ ഗുഹയ്ക്കകത്തേക്ക് നടന്നു. കുറച്ചു ദൂരം നടന്നവർ ചെന്നെത്തിയത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. മുട്ടറ്റം വെള്ളമുള്ള ആ ഭാഗത്തുകൂടി മുന്നിലേക്ക് നടന്നവർ ഗുഹയുടെ വലിയൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ കിഴക്കുവശത്തായി ശ്രീപോർക്കലി ഭഗവതിയുടെ ഭീതിജനകമായ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. കണ്ണുകൾ തുറിച്ച്
തൃക്കണ്ണു തുറന്ന് ചുവന്ന നാവ് പുറത്തേക്ക് നീട്ടി പ്രചണ്ഡ നൃത്തം നടത്തുന്ന രീതിയിൽ നിൽക്കുന്ന ആ പ്രതിമയിൽ മുഴുവനും കടും ചുവപ്പ് കുങ്കുമം വാരി വിതറിയിരിക്കുന്നു. തൊട്ടുമുന്നിലെ തളികയിൽ ബലി നൽകിയ ഏതോ മൃഗത്തിന്റെ രക്തം നിറച്ചിരിക്കുന്നു. ആ വിഗ്രഹത്തിന്റെ വലതു ഭാഗത്തായി ചുവന്ന പട്ടുകൊണ്ട് മൂടിയിരിക്കുന്ന ഒരു പേടകം. മുന്നിൽ നിന്ന വീരഭദ്രനെ തള്ളി മാറ്റി ആദ്യ ആ പേടകത്തിനടുത്തേക്ക് ഓടി ആ ചുവന്ന പട്ട് വലിച്ചു മാറ്റി. മരത്തിൽ പണിതീർത്തിരിക്കുന്ന പെട്ടിയുടെ അകത്ത് ഉറങ്ങുന്നത് പോലെ കിടക്കുന്ന ഭദ്രയെ കണ്ടതും അവൻ തിരിഞ്ഞ് ദുർഗയെ നോക്കി. അടുത്ത നിമിഷം ഭദ്രയെ അവൻ തന്റെ ഇരു കൈകളാലും ആ പെട്ടിയിൽ നിന്നും ഉയർത്തി. താഴെ ഇരുന്നും കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് ഉണർത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു താമരത്തണ്ട് പോലെ അവൾ അവന്റെ കൈകളിൽ അനക്കമറ്റ് കിടന്നതേയുള്ളൂ. പ്രഭോ, അവിടുത്തെ ഇന്ദ്രനീലവള്ളിയുടെ ശക്തി ആ കുട്ടിയുടെ മേലൊന്ന് പ്രയോഗിച്ചു നോക്കൂ. അവരുടെ അടുത്ത് നിന്ന് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വീരഭദ്രൻ പറഞ്ഞു. മുഖമൊന്നുയർത്തി വീരഭദ്രനെ നോക്കിയതിനു ശേഷം ഭദ്രയെ താഴെ കിടത്തി ഇടത് കൈകൊണ്ട് അവളുടെ തല മെല്ലെ ഒന്ന് ഉയർത്തി അവൻ തന്റെ ഇന്ദ്രനീല വളകടക്കുന്ന വലത് കൈ അവളുടെ നെഞ്ചിൽ പതുക്കെ ചേർത്ത് വെച്ചു. അവന്റെ കയ്യിൽ നിന്നും നീല നിറത്തിലുള്ള മിന്നൽ കിരണങ്ങൾ അവളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചു. അടുത്ത നിമിഷം വെള്ളത്തിനകത്തു നിന്നും പുറത്തേക്ക് വന്നതുപോലെ ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് ഭദ്ര മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. കണ്ണുകൾ മിഴിച്ച് അവരെ നോക്കി അവൾ അല്പനേരം കഴിഞ്ഞ് ആദ്യം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇതെവിടെയാ? എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. അവളുടെ കരച്ചിൽ കേട്ട് കണ്ണു നിറഞ്ഞ ദുർഗയും താഴെ ഇരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പേടിക്കണ്ട കേട്ടോ, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നേ. അതും പറഞ്ഞ് ആദ്യം അവളെ മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭയത്തോടെ ചുറ്റിനും നോക്കി അവൾ ഭദ്രകാളി ദേവിയുടെ ആ പ്രതിമ കണ്ട് പേടിച്ച് അല്പം കൂടി അവനോട് ചേർന്ന് നിന്നു. ആ സമയം ഭയപ്പെടുത്തുന്ന ഒരു അട്ടഹാസം അവിടെ മുഴങ്ങി. കുമാരിക്കും മാനവേദനും കൗശല്യന്റെ താവളത്തിലേക്ക് സ്വാഗതം. ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി അവർ കണ്ടത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന കറുത്ത പുകച്ചുരുളുകളാണ്. അതിനിടയിൽ നിന്നും കൗശല്യന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഭയന്നു നിന്ന ഭദ്രയെ പുറകിലേക്ക് മാറ്റി നിർത്തി അവർ 3 പേരും ഒരുമിച്ച് കൗശല്യന്റെ നേരെ കുതിച്ചു. ജ്വലിക്കുന്ന തൃശൂലവും കയ്യിലേന്തി ആദ്യ കൗശല്യന് നേരെ കുതിച്ചു ചാടിയപ്പോ അവന്റെ ഇരുവശത്തുമായി വീരഭദ്രനും ദുർഗയും കയ്യിൽ വാളുകളുമായി അവന്റെ ഒപ്പം കൗശല്യന് നേരെ ചാടിയിരുന്നു. ആ സമയത്തും അവരെ നോക്കി യാതൊരു കൂസലുമില്ലാതെ അട്ടഹസിച്ചും കൊണ്ട് കൗശല്യൻ അവർക്ക് മുന്നിൽ ഒരു അത്ഭുതമായി നിന്നു. പെട്ടെന്നാണ് അവർക്ക് മുന്നിൽ ഒരു വെള്ളി വെളിച്ചം അന്തരീക്ഷത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടത്. കൗശല്യനെ ആക്രമിക്കുവാൻ മുന്നോട്ട് ചാടി അവർക്കും കൗശല്യനുമിടയിൽ പ്രത്യക്ഷപ്പെട്ട ആ വെള്ളി വെളിച്ചത്തിന് നടുവിൽ നിൽക്കുന്ന ധ്രുവ മഹർഷി അവർ കണ്ടു. അടുത്ത നിമിഷം ആ വെള്ളി വെളിച്ചം ആദിയെയും വീരഭദ്രനെയും ദുർഗയെയും പൊതിഞ്ഞു. അതോടെ അവർ മൂവരും അവിടെ നിന്നും അപ്രത്യക്ഷരാവുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഭയന്നു നിന്ന ഭദ്ര ബോധരഹിതയായി താഴെ വീണു. കൗശല്യൻ തന്റെ കൈകൾ അവൾക്ക് നേരെ ഉയർത്തി. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന അവൾ സാവധാനം പഴയതുപോലെ ആ പെട്ടിക്കുള്ളിൽ കിടത്തപ്പെട്ടു. സ്വാഗതം ധ്രുവ മഹർഷേ. അവളെ ആ പെട്ടിയിൽ കിടത്തിയതിനു ശേഷം കൗശല്യൻ മഹർഷിയെ സ്വാഗതം ചെയ്തു. കൗശല്യ, നീ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തുകൾ എന്തെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? തീർച്ചയായും മഹാമുനെ, എനിക്ക് മാത്രമല്ല അവിടത്തേക്കും എല്ലാം അറിയാവുന്നതാണല്ലോ. ഇതല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളില്ല. അതിന് ആ കിടക്കുന്ന കന്യക ഇവിടെ ഉണ്ടെങ്കിലല്ലേ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ. നാം ആഗ്രഹിക്കുന്ന പക്ഷം ആ കന്യക ഇവിടെ നിന്നും കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുമെന്നും നിനക്കറിയാമല്ലോ അല്ലേ? തീർച്ചയായും അറിയാം മഹർഷേ. മഹാവിഷ്ണുവിന്റെ അവതാരമായ സാക്ഷാൽ ഭാർഗവരാമന്റെ ശിഷ്യനായ ധ്രുവ മഹർഷിയെ തടയാനുള്ള കഴിവുകളൊന്നും അടിയനില്ല. പക്ഷെ സമീപഭാവിയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് വേണമെങ്കിലും ജയിക്കാം, ആര് വേണമെങ്കിലും തോൽക്കാം. അത് ത്രികാലജ്ഞാനിയായി അവിടത്തേക്ക് അറിവുള്ളതാണല്ലോ. ഈ യുദ്ധത്തിന്റെ അവസാനം എന്തായിരിക്കുമെന്ന വിധി ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല. ആ വിധി നിർണയിക്കാനുള്ള കന്യകയാണിവളെന്നതും അങ്ങേക്ക് അറിവുള്ളതല്ലേ? നാം ഇപ്പോൾ ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ രുദ്രനും കുമാരിയും വീരഭദ്രനും ചേർന്ന് നിന്നെ അവസാനിപ്പിക്കുമായിരുന്നു എന്ന കാര്യം എന്തേ നീ മറക്കുന്നു? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് അവരെ തടഞ്ഞത്? കാരണം ഞാൻ തന്നെ പറയാം, അങ്ങനെ എന്റെ ആത്മാവിനെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല എന്ന് അങ്ങേക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ വെച്ച് ഞാനിപ്പോൾ മരിച്ചിരുന്നുവെങ്കിൽ നശിപ്പിക്കപ്പെടാത്ത എന്റെ ആത്മാവ് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഇനിയും ഒരു 500 വർഷം കാത്തിരുന്നേനെ. അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുവാൻ എന്നെ അനുവദിക്കുക. ഇതല്ലാതെ മറ്റു വഴികളില്ല എന്നത് അങ്ങേക്കും അറിയാവുന്നതല്ലേ? ചിലപ്പോൾ ഇത് എന്റെ അവസാനത്തിനാകാം, അവരുടെ വിജയത്തിനും, അല്ലെങ്കിൽ അവരുടെ മരണത്തിനും എന്റെ വിജയത്തിനുമാകാം. അവസാന വിധി എന്തെന്ന് എഴുതിയിട്ടില്ലാത്ത യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയണമെങ്കിൽ ഈ കർമ്മങ്ങൾ നടന്നേ തീരൂ.
അതുകൊണ്ട് എന്നെ പോകുവാൻ അനുവദിച്ചാലും. അതും പറഞ്ഞ് കൗശല്യൻ മഹർഷിയുടെ മുന്നിൽ നിന്നും മറഞ്ഞു. അല്പനേരം ചിന്താനിമഗ്നനായി നിന്നതിന് ശേഷം മഹർഷിയും അവിടെ നിന്നും അപ്രത്യക്ഷനായി. തുടരും. രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്